ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഇൻഹെറിറ്റൻസ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഒരു ക്ലാസിന്റെ എല്ലാ പ്രത്യേകതകളും മറ്റൊരു ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് പഴയ ക്ലാസ്സിലെ വേരിയബിളിനെയും മെത്തേഡിനെയും അങ്ങനെയുള്ള എല്ലാതിനെയും പുതുതായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സിലും ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇൻഹെറിറ്റൻസ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. എക്സ്റ്റെൻഡ് എന്ന കീവേഡ് ഉപയോഗിച്ചാണ് ഇൻഹെറിറ്റൻസ് വർക്ക് ചെയ്യുന്നത്. പഴയ ക്ലാസ്സിലെ എല്ലാ പ്രോപ്പർട്ടികളും അതിന്റെ സ്വഭാവവും അടുത്ത ക്ലാസ്സിലും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇൻഹെറിറ്റൻസ് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഡേറ്റ് എന്ന കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ക്ലാസിന്റെ പേര് മൊമെന്റ്. ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഈ പേര് തന്നെ കൊടുക്കണമെന്നില്ല. എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ക്ലാസിന്റെ പേര് മൊമെന്റ്സ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ ക്ലാസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ എക്സ്റ്റെൻസ് എന്ന കീവേഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇൻഹെറിറ്റൻസിലെ പ്രധാനപ്പെട്ട ഒരു കീവേഡാണ് എക്സ്റ്റെൻസ്. അതായത് പഴയ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ഡേറ്റ് എന്ന ക്ലാസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഡേറ്റ് എന്ന ക്ലാസ് ജാവാസ്ക്രിപ്റ്റിലെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ക്ലാസ് ആണ്. അതായത് നമ്മൾ പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ കമ്പ്യൂട്ടറിൽ ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് വരുന്ന ഒരു ക്ലാസ് ആണ് ഡേറ്റ്. അത് നമ്മളിവിടെ വന്ന് ആ ക്ലാസ്സിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മൊമെന്റ് എന്ന പുതിയ ക്ലാസ്സിലേക്കായിട്ട് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ആ ക്ലാസ്സിനെ കാൾ ചെയ്യാൻ വേണ്ടിയാണ്. അതിന്റെ ബ്രാക്കറ്റ് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഈ കൺസ്ട്രക്ടറിന്റെ ഉള്ളിൽ നമ്മൾ സൂപ്പർ എന്നൊരു കീവേഡ് ചേർത്ത് കൊടുത്തു. സൂപ്പർ എന്ന കീവേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഡേറ്റ് എന്ന ക്ലാസ്സിന്റെ ഉള്ളിലത്തെ എല്ലാ വേരിയബിളും മെത്തേഡുകളും നമുക്ക് ഈ മൊമെന്റ്സ് എന്ന ക്ലാസ്സിൽ കൂടി നമുക്ക് ഉപയോഗിക്കാം എന്ന പാകത്തിലേക്കാക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ സൂപ്പർ എന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. ഈ സൂപ്പർ എന്ന കീവേഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇൻഹെറിറ്റൻസ് കറക്റ്റായി വർക്ക് ചെയ്യൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ക്ലാസ്സിന് നമുക്കൊരു വേരിയബിൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം തന്നെ വാർ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റിന്റെ പേര് എം എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈക്വൽ ടു ഇട്ടതിന് ശേഷം ന്യൂ, അതിനുശേഷം നമ്മളെ ക്ലാസിന്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുത്തു. അറ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ച് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് ഒക്കെ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ കൺസോൾ ലോഗ് വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ കൺസോൾ ലോഗ് എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ വന്ന് കറന്റ് ഡേറ്റ് എന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് കറന്റ് ഡേറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം കോളൻ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ വാല്യൂസും നമുക്ക് പ്രിന്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ലോഗ് എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഒബ്ജക്റ്റിന്റെ പേര് ചേർത്ത് കൊടുത്തു. ഒബ്ജക്റ്റിന്റെ പേര് നമ്മൾ എം എന്നാണ്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഗെറ്റ് ഡേറ്റ് എന്ന മെത്തേഡാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ ഒരു സ്പേസ് വരാൻ വേണ്ടിയിട്ട് പ്ലസ് ഇട്ടതിന് ശേഷം ഒരു സ്പേസ് ഇട്ട് കൊടുത്തു. വീണ്ടും നമ്മൾ ഇതേ രൂപത്തിൽ ഒരു പ്ലസ് ഇട്ടതിന് ശേഷം അടുത്തതായി നമ്മൾ കോൾ ചെയ്യുന്നത് മന്ത് ആണ് നമ്മൾ കോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മന്തിനെ കുറിച്ച് ജാവാസ്ക്രിപ്റ്റിൽ മുമ്പ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മന്ത് എന്ന വാല്യൂ പ്രിന്റ് ചെയ്യുന്നത് 0, 1, 2, 3 അങ്ങനെ ആയിരിക്കും. അപ്പോൾ കറക്റ്റ് നമുക്ക് ഏത് മന്താണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മന്ത് വാല്യൂവിൻ്റെ കൂടെ നമുക്ക് ഒരു വാല്യൂ കൂടി ചേർത്ത് കൊടുക്കണം. ഓക്കെ, എക്സാമ്പിൾ ഇപ്പോൾ ഡിസംബർ എന്നത് ഇതിൽ മന്ത് 11 വരിക. അത് നമുക്ക് 12 ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു +1 കൂടി ചേർത്ത് കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിലായി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എം ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഗെറ്റ് മന്ത് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിന്റെ കൂടെ ഒരു വാല്യൂ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ വന്ന് +1 എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടെ പ്ലസ് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു സ്പേസ് കൂടി ഇവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നത് ഗെറ്റ് ഫുൾ ഇയർ എന്ന ഭാഗമാണ്. അതായത് നമുക്ക് ഈ ഇയർ മൊത്തമായിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഒബ്ജക്റ്റിന്റെ പേര് എം എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഗെറ്റ് ഫുൾ ഇയർ എന്ന് ചേർത്ത് കൊടുത്തു. ഗെറ്റ് ഫുൾ ഇയർ എന്ന് ചേർത്ത് കൊടുത്തു. ഫംഗ്ഷൻ ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ റണ്ണ് ചെയ്യിപ്പിക്കാൻ നമ്മൾ നോഡ് വെച്ചിട്ടാണ് റണ്ണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ കൺസോളിൽ നമ്മൾ പോയി, അല്ലെങ്കിൽ ടെർമിനലിൽ നമ്മൾ പോയി. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഈ നമ്മുടെ ഫയലിന്റെ പേര് ചേർത്ത് കൊടുത്തു. നമ്മുടെ ഫയലിന്റെ പേര് ടെസ്റ്റ് എന്നാണ്. അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. നോഡ് എന്ന് ചേർത്ത് കൊടുത്തു.
അതിനുശേഷം നമ്മൾ ഈ ഫയലിൻ്റെ പേര് ടെസ്റ്റ് എന്നാണ്, അത് ചേർത്ത് കൊടുത്ത് എൻ്റർ അടിച്ചാൽ നമുക്കിവിടെ കറൻറ്റ്, ഡേറ്റ് ആൻഡ് ടൈം. ഓക്കെ, ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കൺസോളിൽ വർക്ക് റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് വാല്യൂസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കിതെന്ത് ചെയ്യാം, വെബ് പേജിലായിട്ട് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ വെബ് പേജ് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ഗെറ്റ് കറൻറ്റ് ഡേറ്റ് ചേർത്ത് കൊടുത്തു, കറൻറ്റ് ഡേറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം ആദ്യം തന്നെ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ കൊടുത്ത രൂപത്തിൽ തന്നെ ആദ്യം നമ്മൾ ഒബ്ജക്റ്റിൻ്റെ പേര് ചേർത്ത് കൊടുത്തു, എം ഡോട്ട് ഗെറ്റ് ഡേറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ വന്ന് ഒരു സ്പേസ് ഇട്ട് കൊടുത്തു. സ്പേസിന് വേണ്ടിയിട്ട് ഡബിൾ കൊട്ടേഷൻ, സിംഗിൾ കൊട്ടേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇവിടെ വന്നൊരു ബ്രാക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് എം ഡോട്ട് ഗെറ്റ് മന്ത് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഗെറ്റ് മന്ത് എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ ഒരു വാല്യൂ കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇതിൻ്റെ കൂടെ ഒരു വാല്യൂ കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇയർ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഒരു സ്പേസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് എം ഡോട്ട് ഗെറ്റ് ഫുൾ ഇയർ എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാൻ റൺ സെർവർ വെച്ചിട്ടാണ് ഇത് റണ്ണ് ചെയ്യുന്നത്. അപ്പോൾ റണ്ണ് ചെയ്യാൻ വേണ്ടി റൈറ്റ്. ഓക്കെ, ഇതിൻ്റെ ഫയലിൽ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താം. ഓക്കെ, ഇത് ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പം നമുക്കിവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ കറക്റ്റ് ഡേറ്റും അതേപോലെ തന്നെ ഡേറ്റ് എത്രയെന്നും അതേപോലെ തന്നെ മന്ത് എത്രയെന്നും അതേപോലെ ഇയർ എത്രയെന്നും നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ ജാവാസ്ക്രിപ്റ്റിലെ ഒരു ഇൻഹെറിറ്റൻസ് മെത്തേഡാണ്. ഇത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വരാം. നമ്മളിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മൊമെൻറ്റ്. ഈ മൊമെൻറ്റ് എന്ന ക്ലാസ്സിലേക്ക് നമുക്ക് എന്ത് ഇൻഹെറിറ്റ് ചെയ്യുന്നു, ഡേറ്റ് ഇൻഹെറിറ്റ് ചെയ്യുന്നു. അതായത് ഡേറ്റ് എന്നുള്ള ഉള്ളിലുള്ള വേരിയബിളിനെയും മെത്തേഡിനെയും എല്ലാം നമ്മൾ എന്തിൽ അസസ് ചെയ്യുന്നു, ഈ മൊമെൻറ്റ്സ് എന്ന ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഈ മൊമെൻറ്റ് എന്ന ക്ലാസ്സിന് നമ്മളൊരു എം എന്നുള്ളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ എം എന്നുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ട് ഗെറ്റ് ഡേറ്റ് എന്ന മെത്തേഡിനെ നമ്മൾ ഡേറ്റ് എന്ന ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആക്സസ് ചെയ്യുന്നു. ഗെറ്റ് മന്ത് എന്ന മെത്തേഡിനെ നമ്മൾ ഡേറ്റ് എന്ന ക്ലാസ്സിൽ നിന്നും ആക്സസ് ചെയ്യുന്നു. ഗെറ്റ് ഫുൾ ഇയർ എന്ന മെത്തേഡിനെ നമ്മൾ ഡേറ്റ് എന്ന ക്ലാസ്സിൽ നിന്നും നമ്മൾ ഇതിലേക്ക് ഇൻഹെറിറ്റ് അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇൻഹെറിറ്റ് വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിളാണ് നമ്മളിവിടെ കാണിച്ചു കൊടുത്തത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഏതാണ്ട് ഇതേ രൂപത്തിൽ തന്നെയാണ്, വ്യത്യാസമൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് കൊടുക്കുന്ന ഇയറിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ അല്ലെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെബ് പേജിൽ റണ്ണ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ക്ലാസ്സിൻ്റെ പേര് നമ്മൾ നേരത്തെ കൊടുത്ത രൂപത്തിൽ തന്നെ മൊമെൻറ്റ്സ് എന്ന് തന്നെ ചേർത്ത് കൊടുത്തു. അത് നമ്മളിവിടെ വന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. എക്സ്റ്റെൻഡ് നമ്മൾ ഡേറ്റ് എന്ന നേരത്തെ നമ്മൾ കൊടുത്ത രൂപത്തിൽ തന്നെ ഡേറ്റ് എന്ന ക്ലാസ്സിൽ നിന്നാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ നമ്മളൊരു പാരാമീറ്റർ ചേർത്ത് കൊടുത്തു. ഇയർ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നിന്നൊരു വാല്യൂവിനെ നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയർ എന്ന് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സൂപ്പർ എന്ന് ചേർത്ത് കൊടുത്തു. സൂപ്പർ എന്നുള്ളതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇയർ എന്ന് ചേർത്ത് കൊടുത്തു. സൂപ്പർ എന്തിനാണെന്ന് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു. അതായത് നമുക്ക് ആ ഡേറ്റ് എന്ന ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങളും ഇൻഹെറിറ്റ് ചെയ്ത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂപ്പർ എന്ന കീവേഡ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് VAR എന്ന് എന്നിട്ടു. ഒബ്ജക്റ്റിൻ്റെ പേര് M എന്നാണ്. ഈക്വൽ ടു
ന്യൂ ഇട്ടതിന് ശേഷം നമ്മൾ ക്ലാസ്സിൻ്റെ പേര് മൊമെൻ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇത് കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ പാരാമീറ്റർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഓഗസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓഗസ്റ്റ് 15. ഓക്കെ, കോമ ഒരു ഇയറും നമ്മൾ ചേർത്ത് കൊടുത്തു. കോമ സ്പേസ് ഇട്ടതിന് ശേഷം നമുക്കൊരു ഡേറ്റ് കൂടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ളതാണ്, നമുക്ക് ചോയ്സ് ആണ്, ഏത് ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഡേറ്റിന്റെ ഇയർ വാല്യൂ ആണ് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ഒരു ഇയർ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ആദ്യം തന്നെ ഇയർ വാല്യൂ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്താണോ നമുക്ക് ഹെഡിങ് വേണ്ടത് അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇയർ വാല്യൂ എന്ന് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ നമ്മളെ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റിന്റെ പേരാണ് എന്നിട്ട് ഗെറ്റ് ഫുൾ ഇയർ എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കിവിടെ ഇയർ മാത്രമായിട്ട് നമുക്കിതൊന്ന് അസസ് ചെയ്തെടുക്കും. അപ്പോൾ ഇത് ഞാനിവിടെ എക്സാമ്പിൾ പറയാൻ കാരണം ഇവിടെ ഈ പാരാമീറ്റർ വഴി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ പാരാമീറ്റർ ആയിട്ട് നമ്മളിവിടെ ആർഗ്യുമെന്റ് വാല്യൂ പാസ് ചെയ്തിട്ട് അതാണ് നമുക്കിവിടെ വന്ന് സൂപ്പറിൻ്റെ ഉള്ളിലായി ചേർത്ത് കൊടുത്ത് അത് നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മറ്റൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ചെയ്തത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്കൊരു മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ വാല്യൂ മറ്റൊരു ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ എക്സാമ്പിളിൽ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് കൊടുത്തൊരു ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ വാല്യൂവിനെ അല്ലെങ്കിൽ വേരിയബിളിനെയോ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു എക്സാമ്പിളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് പ്യുവർ ജാവാസ്ക്രിപ്റ്റ് ആയിട്ടാണ് ഞാനിവിടെ വാനില ജാവാസ്ക്രിപ്റ്റ്, അതായത് പ്യുവർ ജാവാസ്ക്രിപ്റ്റ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ക്ലാസ്സിൻ്റെ പേര് ഞാനിവിടെ വന്ന് ബൈക്ക് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അത് ചേർത്ത് കൊടുത്തു. ദിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതേ ക്ലാസ്സിനെ തന്നെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദിസ് എന്ന് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുത്തു കമ്പനി, ഒരു വേരിയബിളാണ് കമ്പനി എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു കമ്പനീൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്യൽ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഈ ക്ലാസ് നമ്മൾ മറ്റൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ പേര് നമ്മളിവിടെ വന്ന് വെഹിക്കിൾ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോയ്സാണ്, ഈ ക്ലാസ്സിൻ്റെ ഈ പേര് തന്നെ കൊടുക്കണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ബൈക്ക് എന്ന ക്ലാസ്സിൽ ഉള്ളിൽ നിന്നാണ് ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റെൻഡ് ബൈക്ക് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മളൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ട് വാല്യൂ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാമത്തെ വാല്യൂ നെയിം, രണ്ടാമത്തെ വാല്യൂ പ്രൈസ്. ഓക്കെ, ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഈ ബൈക്ക് എന്ന ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള വേരിയബിളിനെയോ അല്ലെങ്കിൽ മെത്തേഡിനെയോ നമ്മൾ ഈ സെക്കൻഡ് ക്ലാസ്സായ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് കൊണ്ട് നമ്മളിവിടെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ അസസ്സും നമുക്കിവിടെ കിട്ടാൻ വേണ്ടി നമ്മളിവിടെ വന്ന് സൂപ്പർ എന്ന കീവേഡ് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ക്ലാസ്സിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്നും അതേപോലെ തന്നെ ദിസ് ഡോട്ട് പ്രൈസ് ഈക്വൽ ടു പ്രൈസ് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഈ ക്ലാസ്സിന് നമ്മളൊരു വേരിയബിൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ VAR എത്തതിന് ശേഷം നമ്മൾ വേരിയബിളിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേര് V എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ന്യൂ വെഹിക്കിൾ എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് നമ്മളിവിടെ വന്ന് പാസ് ചെയ്യാണ്. ആദ്യം തന്നെ വാല്യൂ, അതായത് നമ്മൾ ബൈക്കിൻ്റെ ഒരു മോഡൽ നമ്മൾ ചേർത്ത് കൊടുത്തു. അതിൻ്റെ പ്രൈസ് എത്രയാണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, എത്രയാണോ നമുക്ക് സ്പേസ് എത്രയാണോ വേണ്ടത്, പ്രൈസ് എത്രയാണോ വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് ലോഗ് എന്ന് ചേർത്തതിന് ശേഷം ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് കമ്പനി നെയിമാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ കമ്പനി എന്ന് ചേർത്ത് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു.
പ്ലസ് ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സ്പേസ് കൊടുക്കാൻ വേണ്ടി സ്പേസ് ഇട്ടതിന് ശേഷം നമ്മൾ അടുത്തതായി വി ഇട്ടതിന് ശേഷം വി ഡോട്ട് നെയിം, അതായത് നമ്മളെ പ്രൊഡക്റ്റ് നെയിമാണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നത്. സ്പേസ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് വി ഡോട്ട് പ്രൈസ് എന്നും ആക്സസ് ചെയ്തു. ഇനി ഇതൊന്ന് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ കൺസോളിലാണ് പ്രിന്റ് അപ്പം നമുക്കിതുപോലെ പ്രിന്റ് ചെയ്ത് വരും. ഓണ്ട, അതേപോലെ തന്നെ നമ്മളെ പ്രോഡക്റ്റിൻ്റെ പേര് ഷൈൻ, അതേപോലെ അതിൻ്റെ പ്രൈസും നമുക്കിതുപോലെ പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ ഇതൊന്നുകൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ ആദ്യം ബൈക്ക് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. കൺസ്ട്രക്ടറിനുള്ളിൽ നമ്മൾ കമ്പനി എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിന് വാല്യൂ ചേർത്ത് കൊടുത്തു. എന്നിട്ട് രണ്ടാമത്തെ ക്ലാസ് നമ്മൾ വെഹിക്കിൾ എന്ന് ക്രിയേറ്റ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബൈക്ക് എന്ന ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ പാരാമീറ്റർ ആയിട്ട് നമ്മൾ നെയിം എന്നതും പ്രൈസ് എന്നതും ചേർത്ത് കൊടുത്തു. സൂപ്പർ എന്ന കീവേഡ് ചേർത്ത് കൊടുത്തു. അതായത് ഈ ബൈക്ക് എന്ന ക്ലാസിൻ്റെ ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലേക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ എന്ന കീവേഡ് ഉപയോഗിച്ചത്. ദിസ് ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ ദിസ് എന്നാൽ ഈ ക്ലാസിനെ റെപ്രസെന്റ് ചെയ്യുക, അത് വെഹിക്കിൾ എന്ന ക്ലാസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതിൽ നെയിം ഈക്വൽ ടു നെയിം എന്നും പ്രൈസ് ഈക്വൽ ടു പ്രൈസ് എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളെ ക്ലാസ്സായ ഈ വെഹിക്കിളിന് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു വി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ആർഗ്യുമെന്റ്, അതായത് ഇവിടെ ഈ കൺസ്ട്രക്ടറിൻ്റെ ആവശ്യമായിട്ടുള്ള വാല്യൂ സൈന്, അതേപോലെ തന്നെ ഇവിടെ വന്ന് അതിൻ്റെ പ്രൈസും നമ്മൾ ഇവിടെ നിന്ന് വാല്യൂ ആയിട്ട് പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ വന്ന് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കണം. കൺസോൾ ഡോട്ട് ലോഗ് വി ഡോട്ട് കമ്പനി എന്ന് പറയുമ്പോൾ ഈ ബൈക്ക് എന്നത് നമ്മൾ വെഹിക്കിളിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് കറക്റ്റായിട്ട് നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ നെയിമും നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്യും, പ്രൈസും നമുക്ക് ഇതേപോലെ ഇവിടെ വന്ന് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.